ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കിരാൻ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് നമുക്കിപ്പോൾ വന്നൊരു വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ നമുക്ക് റീവർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ആംപ്ലിഫയർ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണിക്കാനും അതുപോലെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പാനലൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ബനാന സോക്കറ്റ് സബിനും നമ്മളെ സ്പീക്കർ സോക്കറ്റ് ഫ്യൂടെക്കിൻ്റെ ജി-ടെക്കിൻ്റെ ഡീകോഡർ പവർ ഫോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകം കാണാനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ അകഭാഗം. കണ്ടില്ല, ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ അകംഭാഗം വരുന്നത്. ഇതിപ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അതായത് ഇതിൻ്റെ 2-3 ചാനൽ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആമ്പ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളിപ്പം പൈസ നോക്കി ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോഴേ ഒരു മിനിമം ക്വാളിറ്റി എങ്ങനെയും പാലിക്കണം. ഇതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നാൽ പോലും നമുക്കിതിൻ്റെ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയവും പോവും. പിന്നെ ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അടുത്ത കാര്യം കംപ്ലയിൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയർ ഇപ്പം റീഅസംബ്ലിങ്ങിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഹോം തിയേറ്ററിലൊക്കെ വരുന്ന ഒരു ടൊറോഡോ ട്രാൻസ്ഫോമറും പിന്നെ അതുപോലെ ഇതും ഹോം തിയേറ്ററിൽ നിന്ന് ട്രാൻസ്ഫോമറാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ 2 ട്രാൻസ്ഫോമർ പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ട്രാൻസ്ഫോമർ ഇവിടെ ഉണ്ട്. അത് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വെയിറ്റൊക്കെ ഉള്ള ട്രാൻസ്ഫോമറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഏത് പൊട്ടനാണെന്നാണ് അറിയാൻ പാടില്ലാത്ത. കണ്ടില്ലേ, സ്ക്രൂ ഇപ്പോൾ ഈ 2 സ്ക്രൂ ഹോളുണ്ട്. അതിട്ട് ഒരു സ്ക്രൂ എങ്ങനെ ഇട്ട് വയ്ക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചാണ് ഇത് വെച്ചിരുന്നത്. പിന്നെ RBL പ്ലസിൻ്റെ ഒരു ബോർഡാണ്. ഈ ബോർഡ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കണ്ടതിൽ കൊള്ളാമെന്നായിട്ട് തോന്നുന്നത്. ഇതും പിന്നെ റിമോട്ട് കിറ്റും ഈ ഡീകോഡർ, ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം പോക്കാണ്. ഇതിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻ്റെ വയറിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഉണ്ടല്ലേ, ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അകം നോക്കുമ്പോൾ ഇതൊരു MDFൻ്റെ ഷീറ്റിലാണ്. ക്യാബിൻ്റെ ഒരു MDF ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ 7094ൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഉണ്ടല്ലേ, 3/4 ഇഞ്ചിൻ്റെ MDFൻ്റെ വലിയൊരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അതുപോലെ സബിൻ്റെ ഫിൽറ്റർ കാണുന്നു. അപ്പോൾ അതിനെയും വെച്ചിരിക്കുന്നത് ഒരു MDFൻ്റെ ഷീറ്റ് വെച്ച്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇടയ്ക്ക് റീഅസംബ്ലിന് വരുന്ന ആംപ്ലിഫയർ നോക്കുമ്പോൾ മിക്കതിൽ ഇതുപോലെ MDFൻ്റെ ഷീറ്റ് വെച്ചിരിക്കുന്നത് കാണുന്നു. അത് എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ബോർഡിന് എത്ര ഹോളുണ്ടോ അത്രയും ഹോൾ അടിച്ചാൽ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇതിപ്പോൾ ഇരട്ടിപ്പാടാണ് സത്യം പറഞ്ഞത്. ഫാൻ ആ MDFൻ്റെ ഷീറ്റ് ഒട്ടിച്ചെന്താ വെച്ചിരിക്കുകയാണ്. അതല്ലേ, ഇതാണ് ഫാൻ. അപ്പോൾ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ഒരു മിനിമം മര്യാദ കാണിക്കുക. അങ്ങനെ കാണിക്കാൻ പറ്റാത്തവർ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പോവല്ലേ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ കസ്റ്റമറിന് വൻ നഷ്ടമാണ്. കാരണം ഒരു എമൗണ്ട് മുടക്കിയാണ് ഈ സാധനം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നും മര്യാദയ്ക്ക് പാട്ടേ കണ്ട ഫുൾ നോയ്സാണ്. അത് വെച്ച് എന്നാലും കസ്റ്റമർ ഉപയോഗിച്ചു. ഇടയ്ക്ക് സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, നോയ്സ് മാറ്റാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വേറെ ചെയ്യാനില്ല. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 2 ചാനൽ കംപ്ലയിൻ്റ് ആയി. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്നു റീഅസംബിൾ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ റീഅസംബിൾ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയർ റീഅസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരുപാട് ആംപ്ലിഫയർ റീഅസംബിളിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് ഈ റീഅസംബിളിംഗ്. പക്ഷേ ഈ വിളിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ സമയം കിട്ടുന്നില്ല ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുത്താൽ ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എത്രത്തോളം സമയം കിട്ടും അത്രത്തോളം നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഓരോ ആംപ്ലിഫയറുകൾ. ഇപ്പോൾ ഇതൊരു ആംപ്ലിഫയർ, ഇനി വേറൊരു ആംപ്ലിഫയർ ഉണ്ട്, വേറെ ഒരു 2-3 ആംപ്ലിഫയർ ഇരിപ്പുണ്ട് ഇവിടെ റീഅസംബിളിംഗ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് റീഅസംബിളിംഗ് വന്നൊരു ആംപ്ലിഫയറാണ്. ഇത് വയറിംഗ് ഒക്കെ നീറ്റാണ്, പക്ഷേ നോയ്സാണ് ഇതിൻ്റെ പ്രശ്നം. അതുപോലെ വയറിങ് ചെറിയ നൈസ് വയറൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പവർ സപ്ലൈയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കസ്റ്റമറിനൊന്ന് നീറ്റായിട്ട് കിട്ടണമെന്നാണ്. അതുപോലെ ഭയങ്കര നോയ്സാണ്, എല്ലാ ചാനലിലും നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നീറ്റായിട്ട് എടുക്കണം. ബാക്കി കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ വയറിങ് മാത്രമാണ് വിഷയം. അപ്പോൾ ഇതൊന്ന് നീറ്റാക്കണം. ഇതൊരെണ്ണം. അതുപോലെ അടുത്തത് ഇത് സബ് ആമ്പാണ്. ഈ സബ് ആംപ്ലിഫയറും പിന്നെ ഇതും ഒരാമ്പാക്കാനാണ് കൊണ്ടുവന്നത്. ഇതൊരു 4.1 എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഓരോ ആമ്പിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എനിക്ക് ഈ ആംപ്ലിഫയർ ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒരു കാരണം വെച്ചാൽ പൈസ നോക്കി ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പോകല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതുപോലെ
നിങ്ങൾ റീഅസംബിൾ ചെയ്യാനായിട്ട് ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് റീഅസംബിളിങ്ങിന് വരുമ്പോൾ ഓരോ ആംപ്ലിഫയറിന് എങ്ങനെ പോയാലും 8 രൂപ 9 രൂപ ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. കാരണം ഇതൊക്കെ വലിച്ച് പറിച്ചെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് ഒന്നേ നമ്മൾ അസംബിൾ ചെയ്യണം. അപ്പോൾ അതിന് ചിലർക്ക് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മാറേണ്ടി വരും, ചിലരങ്ങനെ സാധനം മാറ്റേണ്ടി വരില്ല. പക്ഷേ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഒന്നിന് അസംബിൾ ചെയ്യണം. അപ്പോൾ അസംബ്ലിങ് ചാർജും ഇത് പൊളിക്കുന്ന ചാർജും എല്ലാം കൂടെ എടുത്ത് ഒരു എമൗണ്ട് ആവും ഇത്. ഇപ്പോൾ ഓരോ ആമ്പിനും 8 രൂപ 9 രൂപയ്ക്കാണ് ഓരോ ആമ്പിന് നമുക്ക് റീഅസംബ്ലിന് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ട് അതിന് പിന്നെയും ഒരു 8 രൂപ 9 രൂപ മുടക്കുക എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് വൻ നഷ്ടമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ലേ. നിങ്ങളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പോകുമ്പോൾ അവിടെ മുൻ വർക്കുകളൊന്നും നോക്കുക, അവരെ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ നോക്കി അവരെ മുൻ ചെയ്ത വർക്കുകളൊക്കെ നോക്കുക, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് എടുത്ത് നോക്കുക. എന്നിട്ട് അവർ കൊള്ളാമെന്ന് പറയുന്നെങ്കിൽ ചെയ്യുക. അല്ലാതെ ഒരു കാരണവശാലും ചെയ്യില്ല. കാരണം ഇതുപോലെ പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അസംബിൾ ആംപ്ലിഫയറിനെ കസ്റ്റമർ വെറുക്കും. ഇങ്ങനെ അസംബിൾ ചെയ്ത് ഉപയോഗിക്കാൻ ഒരുപാട് പേര് അസംബിൾ ആംപ്ലിഫയറിനെ കുറ്റം പറയുന്നുണ്ട്. അത് ഇതുപോലെ ചെയ്യുന്ന ടീംസിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവരെ കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയർ എല്ലാം റീഅസംബിൾ ചെയ്തിട്ട് നമ്മളിതിൻ്റെ എല്ലാം വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സുകൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.